മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നവവത്സരത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ നമ്മൾ സന്നിഹിതമായിരിക്കുകയാണ്. വിശുദ്ധനായ ചാവറ പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിൻ്റെ വലിയ അനുഗ്രഹം എന്ന് നവവൈദികരുടെ അനുഗ്രഹം എല്ലാ മക്കളിലും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കർത്താവ് പറയുന്ന വചനം കേൾക്കണ്ടേ? പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കും, ഞാൻ കണ്ടത് പ്രഘോഷിക്കും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. അവസാനത്തെ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വചനം അയച്ചും വചനം പഠിപ്പിച്ചുമാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ഓർക്കണേ, ഒരനുസ്മരണം, ഒരു പ്രഘോഷണം, ഒരു നിർവഹണം. പ്രിയപ്പെട്ടവരെ, ഈ അനുസ്മരണവും പ്രഘോഷണവും നടക്കുന്നത് വചനത്തിലൂടെയാണെന്ന് വളരെയേറെ ഭാരം വഹിച്ച് നിൽക്കുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെയധികം പരിശ്രമിച്ചിട്ടും 1 ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ നൈരാശ്യത്തിൻ്റെ പടുകുഴിയിൽ കഴിയുന്നവരുണ്ട്. നിഷേധമായ ചിന്തകളുള്ളവരുണ്ട്. നിരാശകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. കർത്താവ് പറയുന്നു, അവിടുന്ന് വചനം അയച്ചാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. നീ രോഗിയാണെങ്കിൽ രോഗപീഠകളിലേക്ക്, നീ നിരാശനാണെങ്കിൽ പ്രത്യാശ പകരാൻ കർത്താവ് വചനം അയച്ച് നമ്മുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കാനാണ് കടന്നു വരുന്നത്. ഈ നവവത്സരത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ വചനം ശ്രവിക്കുക, വചനം ധ്യാനിക്കുക, വചനം കേൾക്കുന്നത് ഒരു സ്വഭാവമായി മാറ്റുക, ഒരു ജീവിതം നിയമമാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും ഒരത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുട്ടികൾ പ്രത്യേകമായി വചനം എഴുതി വെച്ച് പഠിക്കുക. രോഗികളായിരിക്കുന്ന മക്കൾ പല പ്രാവശ്യം പ്രഭാതത്തിലും രാത്രിയിലും ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുക. ഇന്നോളം ജെറുസലം വചന കൂടാരത്തിൽ പ്രയർ ലൈനിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും, 2026 സംബന്ധിക്കാനിരിക്കുന്നവരെയും അവരുമായി സമ്പർക്കത്തിൽ കഴിയുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.